ഹലോ മൈ amigos, വെൽക്കം ബാക്ക് ടു അനദർ ഫ്രഷ് വീഡിയോ. ഇന്ന് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് വണ്ണിലെ മൊഡ്യൂൾ വണ്ണിൻ്റെ യൂണിറ്റ് 1 കൺസെപ്ച്വൽ ഫ്രെയിംവർക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഓൾസോ ക്ലിക്ക് ഓൺ ദ ബെൽ ബട്ടൺ ഫോർ മോർ റെഗുലർ അപ്ഡേറ്റ്സ്. അതുപോലെ തന്നെ ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ജസ്റ്റ് ഫീൽ ഫ്രീ ടു ഡ്രോപ്പ് യുവർ മെസ്സേജസ് ടു മൈ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആൻഡ് ഓൾസോ ജിമെയിൽ ID. അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ അക്കൗണ്ടിംഗ് എന്നാൽ എന്താണെന്ന് നോക്കാം. ദ അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്, അതായത് AICPA, പറയുന്നത് അക്കൗണ്ടിംഗ് എന്നത് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ആർട്ടും ഒരു സിഗ്നിഫിക്കൻറ്റ് മാനറിൽ മണിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസും ചെയ്യുന്നുണ്ട്. ഈ ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു ക്യാരക്ടറിൻ്റെ പാർട്ടും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യുന്നതിൽ നിന്നും റിസൾട്ടും കിട്ടുന്നുണ്ട്. ഇപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷൻ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റില്ലേ? ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസിൽ മണിയായിട്ട് റിലേറ്റഡ് ആയ ട്രാൻസാക്ഷൻസ് എല്ലാം മെഷർ ചെയ്യുക. ഇനി ഈ ട്രാൻസാക്ഷൻസ് എല്ലാം ഒരു ജേർണൽ ബുക്കിലേക്ക് റെക്കോർഡ് ചെയ്യണം. അതിനുശേഷം ചെയ്യേണ്ടത് ഈ ജേർണലിൽ എഴുതിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ് എല്ലാം ലെഡ്ജർ അക്കൗണ്ടിൽ സെപ്പറേറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. ഇനി ഇതെല്ലാം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും സമ്മറൈസ് ചെയ്യുക. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കും ബാലൻസ് ഷീറ്റിലേക്കും സമ്മറൈസ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫിനാൻഷ്യൽ ഡേറ്റ കിട്ടും. ലാസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയിരിക്കുന്ന ഫിനാൻഷ്യൽ ഇൻഫർമേഷൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സിൽ നടക്കുന്നത്. ഇനി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് നോക്കാം. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിനെ നമുക്ക് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യുന്ന ഒരു ആർട്ടും ബിസിനസ് ട്രാൻസാക്ഷൻസൊക്കെ ക്ലാസിഫൈ ചെയ്യുകയും അതിലൂടെ സമ്മറീസ് പ്രിപ്പയർ ചെയ്യും. ഇതൊക്കെ ആ പെർട്ടിക്കുലർ ഇയറിൻ്റെ പ്രോഫിറ്റും ലോസും ഒക്കെ ഡിറ്റർമിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതിലൂടെ ആ പെർട്ടിക്കുലർ പേഴ്സൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റ് എന്നത് തന്നിരിക്കുന്ന ഇൻഫർമേഷൻ ഉപയോഗിച്ച് അവർക്ക് ആ ഇയറിലെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഉണ്ടായതെന്ന് അവർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിലൂടെ അവർക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ മനസ്സിലാക്കാനും പറ്റുന്നുണ്ട്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന് 2 പ്രിൻസിപ്പൽസ് ഉണ്ട്. ഒന്ന് ഇൻകം സ്റ്റേറ്റ്മെൻറ്റും മറ്റൊന്ന് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റും. ഇൻകം സ്റ്റേറ്റ്മെൻറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ ബാലൻസ് ഷീറ്റ് എന്നും പറയാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലൂടെ ആ പെർട്ടിക്കുലർ ഇയറിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് റിവീൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ ഡേറ്റിലാണ്. അതിലൂടെ ഫിനാൻഷ്യൽ പൊസിഷനും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും കൂടിയാട്ടോ. ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ അവസാനം കിട്ടുന്ന പ്രോഡക്റ്റാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ എൻ്റർപ്രൈസാണ്. ഇതിലൂടെ ആ എൻ്റർപ്രൈസിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനാണ് റിവീൽ ചെയ്യുന്നത്. ഇതെല്ലാം അനലൈസ് ചെയ്യുന്നത് അവർ റെക്കോർഡ് ചെയ്ത ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്ജക്റ്റീവാണ് ഒരു ബിസിനസ്സിൻ്റെ എക്കണോമിക് റിസോഴ്സസിനെ കുറിച്ചോ അല്ലെങ്കിൽ ഒബ്ലിഗേഷനെ കുറിച്ചുള്ള ഫിനാൻഷ്യൽ ഇൻഫർമേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്കൻഡ് ഒബ്ജക്റ്റീവാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിലിറ്റിനെ കുറിച്ചുള്ള റിലയബിൾ ഇൻഫർമേഷൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. തേർഡ് ഒബ്ജക്റ്റീവാണ് ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫോർത്ത് ഒബ്ജക്റ്റീവാണ് ബിസിനസ് ആക്ടിവിറ്റീസിലൂടെ നെറ്റ് റിസോഴ്സസിൽ ചേഞ്ചസ് വരുന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഫിഫ്ത്ത് ഒബ്ജക്റ്റീവാണ് ബിസിനസ്സിൽ ഉണ്ടാവുന്ന ഏർണിങ്സിനെ കുറിച്ചുള്ള എസ്റ്റിമേറ്റും നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ്. ഇനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ടൈപ്സ് നോക്കാം. ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ 4 ടൈപ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് വൺ ആണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, സെക്കൻഡ് വൺ ആണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ ആണ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്, ഫോർത്ത് വൺ ആണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ആണ് പൊസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റ് എന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതിൽ അസറ്റ്സും ലയബിലിറ്റീസും ക്യാപിറ്റലുമാണ് ഉള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഒരു ഫിക്സ്ഡ് ഡേറ്റിൽ എങ്ങനെയാണെന്ന് മെഷർ ചെയ്യാനാണ്. ഇനി സെക്കൻഡ് ടൈപ്പാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേഷണൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡിറ്റർമിൻ ചെയ്യാനാണ്. അതായത് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എത്ര ഇൻകം ഏൺ ചെയ്തെന്നും ഈ ഏർണിങ്സ് കിട്ടാനായിട്ട് എത്ര എക്സ്പെൻസസ് ഒക്കെ വന്നു എന്നും പറയുന്നുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ പീരീഡിലേക്കാണ്. ഇനി
തേർഡ് ടൈപ്പാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് റീറ്റെയിൻഡ് ഏർണിങ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ കാണിക്കുന്നത് പ്രോഫിറ്റ്സിൻ്റെ അപ്രോപ്രിയേഷൻസ് ആണ്. ഈ അപ്രോപ്രിയേഷൻസ് എന്ന് പറയുന്നത് പ്രൊപ്പോസ്ഡ് ഡിവിഡൻഡ്, ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത എമൗണ്ട്, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇൻകം ഡിസ്പോസൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നും പറയാം. ഇനി ഫോർത്ത് ടൈപ്പാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു പീരീഡിൻ്റെ അവസാനം തൊട്ട് അടുത്ത പീരീഡിൻ്റെ അവസാനം വരെ ഉണ്ടാവുന്ന അസറ്റ്സിലും ലയബിലിറ്റീസിലെയും ചേഞ്ചസിനെയാണ് ഇത് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവാം, അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ആവാം. ഇപ്പോൾ ഒരു ബിസിനസ്സിലെ 2 പീരീഡിലെ വർക്കിംഗ് ക്യാപിറ്റലിന് ചേഞ്ചസ് വരുന്നത് അനലൈസ് ചെയ്യുന്നതാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഒരു ബിസിനസ്സിലെ ക്യാഷ് പൊസിഷനിൽ എന്തെങ്കിലും ചേഞ്ചസ് വരികയാണെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് സമ്മറൈസ് ചെയ്യുന്നതാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഇനി റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് റവന്യൂ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കാണിക്കുന്നത്. കമ്പനിയുടെ ക്യാപിറ്റലായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ബാലൻസ് ഷീറ്റിലും കാണിക്കുന്നത്. ഇപ്പോൾ ക്യാപിറ്റലും റവന്യൂവും എവിടെയൊക്കെയാണ് വരുന്നതെന്നൊരു ഐഡിയ കിട്ടിയില്ലേ. ഇനി നമുക്ക് എക്സ്പെൻഡിച്ചർ എന്താണെന്ന് നോക്കാം. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലയബിലിറ്റിക്ക് അല്ലാതെ മറ്റേതെങ്കിലും പേർപ്പസിന് വേണ്ടിയിട്ട് പേയ്മെൻറ്റ് നടത്തുന്നതാണ് എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എക്സ്പെൻഡിച്ചറിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഫസ്റ്റ് വൺ ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഒരു ഫിക്സ്ഡ് അസറ്റ് മേടിക്കാനോ അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് അസറ്റ് ഇംപ്രൂവ് ചെയ്യാനോ എക്സ്പെൻസ് വരികയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ ടാഞ്ചിബിൾ അസറ്റ്സോ ഇൻടാഞ്ചിബിൾ അസറ്റ്സോ ഉണ്ടാവാം. നമ്മൾ എങ്ങനെയാണ് ഇത് ട്രീറ്റ് ചെയ്യണമെന്ന് നോക്കാം. ഒരു ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ ഫിക്സ്ഡ് അസറ്റിന് താഴെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. പ്രസൻ്റ് ആയിട്ടൊരു ബിസിനസ്സിലുള്ള പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ചിലവാക്കുന്ന എമൗണ്ടിനെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുകൊണ്ട് പറയുന്നത്. ഒരു ബിസിനസ്സിലെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നടക്കുന്നതാണ് ഈ ഒരു എക്സ്പെൻഡിച്ചർ. ഫോർ എക്സാമ്പിൾ പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എക്സെട്ര. ഇനി ഇതെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലെ എക്സ്പെൻഡിച്ചറിൻ്റെ താഴെയാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എഴുതേണ്ടത്. ഇനി തേർഡ് വൺ ആണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. പക്ഷേ ഒന്നില്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ഇയറിനേക്കാളും കൂടുതൽ ചാർജ് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അഡ്വർടൈസ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ, പ്രിലിമിനറി എക്സ്പെൻസസ് എക്സെട്ര. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു പോർഷനാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും ബാക്കി പോർഷനാണ് ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലെ ഫിക്റ്റീഷ്യസ് അസറ്റ്സിൻ്റെ താഴെയും എഴുതുന്നത്. ഇനി നെക്സ്റ്റ് വൺ ആണ് റെസീപ്റ്റ്സ്. ഇപ്പോൾ ഒരു ബിസിനസ്സിന് ഒരു അക്കൗണ്ടിങ് പീരീഡിൽ എല്ലാ സോഴ്സസിൽ നിന്നും റിസീവ് ചെയ്യുന്ന ടോട്ടൽ മണീനെയാണ് റെസീപ്റ്റ്സ് എന്ന് പറയുന്നത്. ഈ ടോട്ടൽ മണിയിൽ എക്സ്പെൻസസും സബ്ട്രാക്ട് ചെയ്യുന്നില്ല. 2 റെസീപ്റ്റ്സ് ആണ് നമുക്കുള്ളത്, ക്യാപിറ്റൽ റെസീപ്റ്റ്സും റവന്യൂ റെസീപ്റ്റ്സും. ഇനി ക്യാപിറ്റൽ റെസീപ്റ്റ് എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫിക്സ്ഡ് അസറ്റ്സ് വിൽക്കുന്നതിലൂടെയോ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിലൂടെയോ ലോങ് ടേം ലോൺസ് ഒക്കെ റേസ് ചെയ്യുന്നതിലൂടെയോ റിസീവ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് ക്യാപിറ്റൽ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാലൻസ് ഷീറ്റിലാണ് ക്യാപിറ്റൽ റെസീപ്റ്റ്സ് കാണിക്കുന്നത്. ഒന്നില്ലെങ്കിൽ ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കും, അല്ലെങ്കിൽ അസറ്റ്സ് റെഡ്യൂസ് ചെയ്യുന്നതായിട്ടും കാണിക്കും. ഇനി റവന്യൂ റെസീപ്റ്റ്സ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഗുഡ്സ് വിൽക്കുന്നതിലൂടെയും സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെയും അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ നോർമൽ കോഴ്സിലൂടെ ബിസിനസ്സിന് എമൗണ്ട് റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് റവന്യൂ റെസീപ്റ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, കമ്മീഷൻ റിസീവ്ഡ്, ഇതൊക്കെയാണ് നമുക്ക് എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് നോക്കാം. ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലെ ക്രെഡിറ്റ് സൈഡിലാണ് റവന്യൂ റെസീപ്റ്റ് കാണിക്കുന്നത്. ഇനി തേർഡ് വൺ ആണ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ലോസസ് ഓർ പ്രോഫിറ്റ്സ്. ലോസ് എന്നത് ഒരു പീരീഡിലെ റവന്യൂ അല്ലെങ്കിൽ ഇൻകത്തെക്കാളും കൂടുതലാണ് എക്സ്പെൻസ് എങ്കിൽ ആ ഒരു പീരീഡ് ലോസ് ആണെന്ന് പറയാം. ലോസ് എന്നത് ബിസിനസ്സിൻ്റെ ഇക്വിറ്റീനെ അല്ലെങ്കിൽ ക്യാപിറ്റലിനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്. ഇപ്പോൾ ബിസിനസ് ആക്ടിവിറ്റീസിനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ലോസ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നമുക്കതിനെ റവന്യൂ ലോസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ഗുഡ്സ് വിറ്റപ്പോൾ ലോസ് ഉണ്ടാവുന്നത്.
ഇപ്പോൾ പണമോ അല്ലെങ്കിൽ പണത്തിന് തുല്യമായ എന്തെങ്കിലും ഒരു കാര്യമാണ് ബിസിനസ്സിൽ നിന്നും പോയിരിക്കുന്നതെങ്കിൽ അതിലൂടെ പക്ഷേ ബിസിനസ്സിന് ഒരു ബെനിഫിറ്റും കിട്ടിയിട്ടില്ലെങ്കിൽ അതാണ് ക്യാപിറ്റൽ ലോസ്. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് അസറ്റ്സ് വിൽക്കുമ്പോൾ നഷ്ടം വരുന്നത്. ഇപ്പോൾ ഒരു ട്രാൻസാക്ഷനിലോ അല്ലെങ്കിൽ ഒരു ഈവൻറ്റിലോ ബിസിനസ്സിന് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ക്യാപിറ്റൽ ഗെയിൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫിക്സ്ഡ് അസറ്റ്സ് വിൽക്കുമ്പോൾ ലാഭം കിട്ടുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസിൽ നിന്നും കിട്ടുന്ന പ്രോഫിറ്റിനെയാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇത് ബിസിനസ്സിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റീനെയാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസ് എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു AICPA പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൗണ്ടിംഗ് എന്നത് ജനറൽ ലോയോ അല്ലെങ്കിൽ റൂൾ അഡോപ്റ്റ് ചെയ്തതോ ഒരു ആക്ഷന് വേണ്ടിയിട്ട് പ്രൊപ്പോസ് ചെയ്തതോ ഒരു സെറ്റിൽഡ് ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഒരു പ്രാക്ടീസ് കണ്ടക്ട് ചെയ്യാനുള്ള ബേസിസോ ആണ്. ഇനി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സും അക്കൗണ്ടിംഗ് കൺവെൻഷൻസും. ആദ്യം ഇതെന്താണെന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ രണ്ട് പ്രിൻസിപ്പിൾസിൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസ് നോക്കാം. അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് എന്നത് ബേസിക് അസംഷൻസും റൂൾസും അങ്ങനെ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ബേസ് ചെയ്തിട്ടാണ് ഈ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നതും അതുപോലെ തന്നെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഒക്കെ റെക്കോർഡ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഈ ഒരു പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്നത്. നമുക്ക് 10 അക്കൗണ്ടിംഗ് കൺസെപ്റ്റ്സ് ആണ് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിൽ ബിസിനസ്സിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ടാണ്. ഒരു ബിസിനസ്സിൻ്റെ പ്രൊപ്പറേറ്ററിനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നതോ ക്രെഡിറ്റർ ആയിട്ടാണ്. കാരണം അദ്ദേഹം അല്ലേ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ ഒരു ബിസിനസ്സിനെ വെച്ച് നോക്കുമ്പോൾ ഒരു ലയബിലിറ്റിയാണ്. കാരണം ബിസിനസ് ഫണ്ട്സ് മറ്റൊരാളുടെ അടുത്ത് നിന്നല്ലേ ബോറോ ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ പ്രൊപ്പറേറ്റർ ആണെങ്കിൽ പോലും ഈ ഒരു കാരണം കൊണ്ട് തന്നെ ബിസിനസ്സിന് ആ കിട്ടിയ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കാം. ഈ ഇൻട്രസ്റ്റ് ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിൽ മണിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നു. ഫോർ എക്സാമ്പിൾ സെയിൽ ഓഫ് ഗുഡ്സ്, പേയ്മെൻറ്റ് ഓഫ് എക്സ്പെൻസസ് എക്സെട്ര. ഇനി തേർഡ് വൺ ആണ് ഗോയിങ് കൺസേൺ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നത് ബിസിനസ്സിന് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡ് ഓഫ് ടൈം വരെ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ്. ഇനി ഫോർത്ത് വൺ ആണ് ഡ്യുവൽ ആസ്പെക്ട് കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിൽ പറയുന്നത് ഒരു എൻ്റർപ്രൈസ് എൻ്റർ ചെയ്തിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസിനും രണ്ട് ആസ്പെക്റ്റ് ഉണ്ട്: ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഡെബിറ്റിനും ഈക്വൽ ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് ഉണ്ടാവും, എല്ലാ ക്രെഡിറ്റിനും ഈക്വൽ ആയിട്ടുള്ളൊരു ഡെബിറ്റും ഉണ്ടാവും. ചിലപ്പോൾ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഡെബിറ്റോ ക്രെഡിറ്റോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ ടോട്ടൽ എടുക്കുമ്പോൾ എപ്പോഴും ടോട്ടൽ ക്രെഡിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡെബിറ്റ് ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് യൂസ് ചെയ്ത് റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷനെയാണ് ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ കാരണമാണ് ഒരു ബാലൻസ് ഷീറ്റിൽ രണ്ട് സൈഡ്സ് ഉള്ളത്, രണ്ട് സൈഡ്സും ഈക്വലും ആവുന്നത്. ഇത് ബേസിക് അക്കൗണ്ടിംഗ് ഇക്വേഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് അസറ്റ്സ് ഈസ് ഈക്വൽ ടു ലയബിലിറ്റീസ് പ്ലസ് ക്യാപിറ്റൽ. ഇനി ഫിഫ്ത്ത് വൺ ആണ് മാച്ചിങ് കൺസെപ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിളിലൂടെ ഒരു അക്കൗണ്ടിംഗ് പീരിയഡിൽ ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസും ആ അക്കൗണ്ടിംഗ് പീരിയഡിൽ ഇൻകർ ചെയ്യുന്ന റവന്യൂവുമായിട്ട് മാച്ച് ചെയ്യണം. ഒരു ബിസിനസ് ഓപ്പറേഷൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ടിംഗ് പീരിയഡിലെ എക്സ്പെൻഡിച്ചറും റവന്യൂ മാച്ച് ചെയ്യുകയാണെങ്കിൽ മാത്രമാണ് ഒരു ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ഏൺ ചെയ്തത് കറക്റ്റ് ആവുകയുള്ളൂ. ഇനി സിക്സ്ത് വൺ ആണ് കോസ്റ്റ് കൺസെപ്റ്റ് അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ. ഈ ഒരു പ്രിൻസിപ്പിളിൽ അസറ്റ്സ് റെക്കോർഡ് ചെയ്തിരിക്കുന്നത് ആക്ച്വൽ പർച്ചേസ് പ്രൈസിലാണ്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റലേഷൻ ചാർജസ്, ക്യാരേജസ് ഒക്കെയാണ്. ഇനി സെവൻത്ത് വൺ ആണ് അക്കൗണ്ടിംഗ് പീരിയഡ് കൺസെപ്റ്റ്. അക്കൗണ്ടിംഗ് പീരിയഡ് റെഫർ ചെയ്യുന്നത് ഒരു സ്പാൻ ഓഫ് ടൈമാണ്. ഈ പീരിയഡിൻ്റെ അവസാനമാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ഈ അക്കൗണ്ടിംഗ് പീരിയഡ് അഡോപ്റ്റ് ചെയ്യുന്നത് 12 മാസത്തേക്കാണ്. ഇനി എയ്ത്ത് വൺ ആണ് റിയലൈസേഷൻ കൺസെപ്റ്റ്. ഈ ഒരു കൺസെപ്റ്റിനെ റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് എന്നും പറയാം. ഈ ഒരു കൺസെപ്റ്റിൽ അസറ്റ്സ് റിയലൈസ് ചെയ്യുമ്പോഴാണ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഈ ബിസിനസ് ട്രാൻസാക്ഷൻസിലൊക്കെ റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ഇനി നയൻത്ത് വൺ ആണ് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ഈ ഒരു പ്രിൻസിപ്പിളിൽ അക്കൗണ്ടിംഗ് ഇൻഫർമേഷൻസ് വേരിഫയബിൾ ആയിരിക്കണം. അതായത് ബിസിനസ് ട്രാൻസാക്ഷനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു സോഴ്സ് ഡോക്യുമെൻ്റ് ഉണ്ടാവണം, സച്ച് ആസ് ഇൻവോയ്സ്, വൗച്ചർ, ബിൽസ് എക്സെട്ര. ഇനി 10th വൺ ആണ് അക്രൂവൽ കൺസെപ്റ്റ്. അക്രൂവൽ കൺസെപ്റ്റിൽ റവന്യൂ റെക്കോർഡ് ചെയ്യുന്നത് സെയിൽസോ സർവീസോ ഒക്കെ റെൻറ്റ് ചെയ്യുമ്പോഴാണ്.
അതുപോലെ തന്നെ എക്സ്പെൻസസ് ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഒരു അക്കൗണ്ടിങ് പീരിയഡിലുമാണ്. ഇവിടെ ക്യാഷ് പേ ചെയ്തിട്ടുണ്ടെങ്കിലും പേ ചെയ്തിട്ടില്ല എങ്കിലും ഈ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 10 പ്രിൻസിപ്പിൾസ് ആണ് അക്കൗണ്ടിങ് കൺസെപ്റ്റിൽ വരുന്നത്. ഇനി സെക്കൻഡ് വൺ ആണ് അക്കൗണ്ടിങ് കൺവെൻഷൻസ്. ഈ ടേം കൺവെൻഷൻ എന്ന് മീൻ ചെയ്യുന്നത് കസ്റ്റംസിനെയും ട്രഡീഷനെയും ഒക്കെയാണ്. ഇതാണ് അക്കൗണ്ടൻസിനെ അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഗൈഡ് ചെയ്യുന്നത്. അക്കൗണ്ടിങ് കൺവെൻഷൻസ് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് കൺവെൻഷൻ ഓഫ് കൺസിസ്റ്റൻസി. ഒരു വർഷം തൊട്ട് അടുത്ത വർഷം വരെ ഈ പ്രിൻസിപ്പിൾസും മെത്തേഡ്സും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഇതിലൂടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് കൂടുതൽ അണ്ടർസ്റ്റാൻഡബിളും റിയലയബിളും അതുപോലെ തന്നെ കമ്പയറബിളും ആണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡിപ്രീസിയേഷൻ നമുക്ക് ഒന്നില്ലെങ്കിൽ ഫിക്സ്ഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലോ ഡിമിനിഷിങ് ബാലൻസ് മെത്തേഡിലോ യൂസ് ചെയ്യാം. പക്ഷേ ഇപ്പോൾ ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇനി സെക്കൻഡ് വൺ ആണ് കൺവെൻഷൻ ഓഫ് ഫുൾ ഡിസ്ക്ലോഷർ. ഇവിടെ ഒരു ബിസിനസ്സിൻ്റെ ഫിനാൻഷ്യൽ അഫയേഴ്സ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സിഗ്നിഫിക്കൻറ്റ് ഇൻഫർമേഷൻസും റിപ്പോർട്ട് ചെയ്യും. അത് കംപ്ലീറ്റും അണ്ടർസ്റ്റാൻഡബിളും ആയിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിളിന് ഒരു ബിസിനസ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷനും എക്കണോമിക് അഫയേഴ്സും റിക്വയർഡ് ആണ്. ഇനി തേർഡ് പ്രിൻസിപ്പിളാണ് കൺവെൻഷൻ ഓഫ് കൺസർവേറ്റിസം. ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത് എല്ലാ ആൻറ്റിസിപ്പേറ്റഡ് ലോസസും ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എല്ലാ ആൻറ്റിസിപ്പേറ്റഡും അൺറിയലൈസ്ഡ് ഗെയിൻസും ഇഗ്നോർ ചെയ്യും. ഇതാണ് ഗോൾഡൻ പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ഇനി ഫോർത്ത് വൺ ആണ് കൺവെൻഷൻ ഓഫ് മെറ്റീരിയാലിറ്റി. ഇപ്പോൾ ഒരു ഇൻവെസ്റ്ററിൻ്റെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് അറിയാമെങ്കിൽ അതിനെയാണ് മെറ്റീരിയൽ എന്ന് നമ്മൾ കരുതുന്നത്. ഈ ഒരു മെറ്റീരിയാലിറ്റിയുടെ പ്രിൻസിപ്പിൾ ഒരു ഐറ്റത്തെയോ ഈവനെയോ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റെഫർ ചെയ്യുന്നത്. ഇതാണ് അക്കൗണ്ടിങ് കൺവെൻഷൻസിൻ്റെ 4 ടൈപ്സ്. ഇത് ക്ലിയർ ആയല്ലോ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് ടോപ്പിക്കായ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇന്ത്യ എന്താണെന്ന് നോക്കാം. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്നത് ഒരു റിട്ടേൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ കൺസിസ്റ്റ് ചെയ്യുന്നത് ഒരു കൺട്രിയിലെ അക്കൗണ്ടിംഗ് ബോഡി ഇഷ്യൂ ചെയ്ത യൂണിഫോം അക്കൗണ്ടിംഗ് റൂൾസും ഗൈഡ് ലൈൻസും ആണ്. ഇത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുമ്പോഴും പ്രസൻറ്റ് ചെയ്യുമ്പോഴുമാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് ആണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. മറ്റുള്ള ടോപ്പിക്സ് പഠിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് ടൈം ഇല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ഒരു യൂണിറ്റിൽ നിന്നും പഠിച്ചിരിക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സാമിന് യൂസ്ഫുൾ ആകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യണം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ, സീ യു ഗൈസ്.